ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിന്റെ മുനമ്പിൽ നിർത്തിയ അതിതീവ്ര പോരാട്ടത്തിനൊടുവിൽ അർജന്റീന ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. അവസാന നിമിഷം വരെ ആരാധകരുടെ നെഞ്ചെടുപ്പ് കൂട്ടിയ മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിന്റെ കടുത്ത വെല്ലുവിളിയെ മറികടന്നാണ് മെസ്സിപ്പട വിജയം അടിച്ചെടുത്തത്. 1-3 ഗോളുകൾക്കാണ് ലാറ്റിൻ അമേരിക്കൻ ഭീമന്മാർ സ്വിസ് പടയെ തറപറ്റിച്ചത്. നിശ്ചിത സമയത്തും ഇഞ്ചുറി ടൈമിലും ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനില പാലിച്ചതോടെ മത്സരം നാടകീയമായ അധിക സമയത്തേക്ക് നീണ്ടു. എക്സ്ട്രാ ടൈമിൽ യൂലിയൻ അൽവാരസും ലൗറ്റാരോ മാർട്ടിനസും നേടിയ മിന്നും ഗോളുകളാണ് അർജന്റീനയ്ക്ക് ആധികാരികമായ വിജയം സമ്മാനിച്ചത്. ഇതോടെ സ്വപ്ന തുല്യമായ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ നേരിടാൻ അർജന്റീന യോഗ്യത ഉറപ്പിച്ചു കഴിഞ്ഞു. അർജന്റീനയുടെ 7ാമത്തെ സെമി ഫൈനലാണിത്. എന്തായാലും മത്സരത്തിന്റെ 10ാം മിനിറ്റിൽ തന്നെ ഗോൾ നേടി അർജന്റീനയാണ് ആദ്യം കളിയിൽ ആധിപത്യം സ്ഥാപിച്ചത്. നായകൻ ലയണൽ മെസ്സി എടുത്ത മനോഹരമായ കോർണർ കിക്ക് അലക്സിസ് മാക്സ് അലിസ്റ്റർ വായുവിൽ ഉയർന്നു ചാടിയ ഒരു തകർപ്പൻ ഹെഡറിലൂടെ പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. ഈ ലോകകപ്പിൽ അർജന്റീന നേടുന്ന ഏറ്റവും വേഗമേറിയ ഗോളാണിത്. ലിവർപൂൾ താരമായ അലിസ്റ്ററുടെ കരിയറിലെ സുപ്രധാനമായ ആദ്യ ഗോൾ കൂടിയായിരുന്നു ഇത്. തുടക്കം മുതൽക്കേ ആക്രമണശൈലി പുറത്തെടുത്ത സ്വിറ്റ്സർലൻഡ് ആദ്യ ഗോൾ വഴങ്ങിയതോടെ കളി കൂടുതൽ കടുപ്പിച്ചു. മറുപടി ഗോളിനായി കടുത്ത ടാക്കിളുകളുമായി സ്വിസ് പട മുന്നേറിയെങ്കിലും അർജന്റീനയുടെ ശക്തമായ പ്രതിരോധ നിരയും ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന്റെ അസാധ്യമായ ഫോമും അവരുടെ ലക്ഷ്യത്തിൽ നിന്നും അകറ്റി നിർത്തി. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് അർജന്റീനയുടെ ലിയാൻഡ്രോ പരഡേസ് വരുത്തിയ ഫൗളിനെ തുടർന്ന് സ്വിറ്റ്സർലൻഡിന് ഫ്രീ കിക്ക് അനുവദിച്ചെങ്കിലും റെമോ ഫ്ലൂളർ നൽകിയ ക്രോസ് ലക്ഷ്യം തെറ്റി പുറത്തേക്ക് പോയി. തൊട്ടു പിന്നാലെ സ്വിസ് താരം ഡിബ്രിൽസോയുടെ കടുത്ത ചലഞ്ചിനെ തുടർന്ന് ലയണൽ മെസ്സി ഇടപെടുകയും റഫറി ജോവോ പിൻഹീറോയുമായി തർക്കത്തിലേർപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് അർജന്റീനയ്ക്ക് അനുകൂലമായി ഫ്രീ കിക്ക് ലഭിച്ചെങ്കിലും അത് കൃത്യമായി വിനിയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതോടെ ആദ്യ പകുതി അർജന്റീനയുടെ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ ലീഡിൽ അവസാനിച്ചു. 2ാം പകുതിയുടെ തുടക്കത്തിലും സ്വിറ്റ്സർലൻഡ് തങ്ങളുടെ ആക്രമണാത്മക കളി തുടർന്നു. പെനാൽറ്റി ബോക്സിന് തൊട്ടുപുറത്ത് വെച്ച് പന്ത് കൈക്കലാക്കിയ ഫാബിയൻ റീഡർ ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി ശക്തമായ ഒരു ഷോട്ട് ഉതിർത്തെങ്കിലും അർജന്റീനയുടെ പ്രതിരോധ ഭടന്മാർ അത് സമർത്ഥമായി ബ്ലോക്ക് ചെയ്തു. എന്നാൽ ഒട്ടേറെ ശ്രമങ്ങൾക്കൊടുവിൽ 67ാം മിനിറ്റിൽ സ്വിറ്റ്സർലൻഡ് അർജന്റീനയുടെ പ്രതിരോധ മതിൽ തകർത്ത് അർഹിച്ച സമനില ഗോൾ നേടി. പെനാൽറ്റി ബോക്സിനുള്ളിൽ വെച്ച് റിക്കാർഡോ റോഡ്രിഗസ് നൽകിയ കൃത്യമായ പാസ് സ്വീകരിച്ച ജാൻ എൻഡോയി അർജന്റീനയുടെ കാവൽക്കാരൻ എമിലിയാനോ മാർട്ടിനസിന്റെ കാലുകൾക്കിടയിലൂടെ പന്ത് പോസ്റ്റിന്റെ വലതുമൂലയ്ക്ക് അടിച്ചു കയറ്റുകയായിരുന്നു. സ്കോർ സമനിലയിലായതോടെ കളി വീണ്ടും ചൂടുപിടിച്ചെങ്കിലും നിശ്ചിത സമയത്തിനുള്ളിൽ കൂടുതൽ ഗോളുകൾ നേടാൻ ഇരുപക്ഷത്തിനും കഴിഞ്ഞില്ല. തുടർന്ന് കളി എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടപ്പോഴാണ് അർജന്റീന തങ്ങളുടെ യഥാർത്ഥ വീര്യം പുറത്തെടുത്തത്. അധിക സമയത്തിന്റെ സമ്മർദ്ദഘട്ടത്തിൽ യൂലിയൻ അൽവാരസും ലൗറ്റാരോ മാർട്ടിനസും നടത്തിയ തകർപ്പൻ മുന്നേറ്റങ്ങൾ സ്വിസ് പ്രതിരോധത്തെ തകിടം മറിക്കുകയും അർജന്റീനയെ വിജയതീരത്തേക്ക് എത്തിക്കുകയും ചെയ്തു. അങ്ങനെ അർജന്റീന സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. അർജന്റീനയുടെ ഫുട്ബോൾ ചരിത്രത്തിലെ 7ാമത്തെ സെമി ഫൈനലിലേക്ക് അവർ കടന്നിരിക്കുന്നു. ഇംഗ്ലണ്ടിനെയാണ് സെമി ഫൈനലിൽ അർജന്റീന നേരിടുക.